പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം നാടെങ്ങും വിപുലമായി ആഘോഷിക്കുന്നു. രാവിലെ മഹൽ ജമാഅത്തുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്ന നബിദിന റാലികൾ വർണ്ണശബളമായി. പ്രധാനമായും മദ്രസകൾ കേന്ദ്രീകരിച്ചാണ് റാലികൾ നടന്നത്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നബിദിനാഘോഷം കൊണ്ടാടുന്നത്. പുലർച്ചെ പ്രഭാത നിസ്കാരത്തിനു മുമ്പേ പ്രാർത്ഥനകളും പ്രവാചക പ്രകീർത്തനങ്ങളുമായാണ് വിശ്വാസിലോകം നബിദിനത്തെ വരവേറ്റത്. പള്ളികളിലും മദ്രസകളിലും വിശ്വാസികൾ ഒത്തുകൂടി സന്തോഷം പങ്കുവയ്ക്കുന്നതും നബിദിനത്തിന്റെ ചടങ്ങാണ്. മദ്രസകൾ കേന്ദ്രീകരിച്ച് രാവിലെ പതാക ഉയർത്തലും പ്രാർത്ഥനകളും നടന്നു. പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളുടെ ഘോഷയാത്രകൾ സംഘടിപ്പിച്ചിരുന്നു. അറബനമുട്ട്, ദഫ്മുട്ട്, സ്കൗട്ട് തുടങ്ങിയവ റാലിക്ക് മിഴിവേകി. ഭക്ഷണം, മധുരപാനീയങ്ങൾ എന്നിവയും വിതരണം ചെയ്തു. തളങ്കര മാലിക് ദിനാർ വലിയ ജുമാ മസ്ജിദിന് കീഴിലുള്ള വിവിധ ജമാഅത്ത് മദ്രസകളിലെ കുട്ടികൾ അണിനിരന്ന നബിദിന റാലി വർണ്ണാഭമായ കാഴ്ചയൊരുക്കി. നബി കീർത്തനങ്ങളും മദ്ഹ് ഗാനങ്ങളുമായി നീങ്ങിയ റാലിയിൽ ദഫും സ്കൗട്ടും അഴകും മിഴിവേകി. വഴിനീളെ മധുര വിതരണവും നടന്നു. തളങ്കര മാലിക് ദിനാർ ജുമാ മസ്ജിദ് പരിസരത്ത് റാലിക്ക് സ്വീകരണം നൽകി. മാനവരാശിയുടെ ഭാവി നിർണയിച്ച മാറ്റത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ച് പ്രിയ വികാരങ്ങൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് ധർമ്മമാണെന്നും തൊഴിലാളിക്ക് വിയർപ്പ് വറ്റും മുമ്പ് വേതനം നൽകണമെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച നന്മയുടെ നേതാവ്, നെഞ്ചിലെ തുടിപ്പായ കൽബിന്റെ കുളിരായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയി സഹവർത്തിലൂടെയും ഇസ്ലാമിന്റെ ഇഷ്ടസേവകരാക്കിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യൂക്കും കുലമഹിമയിൽ കാര്യക്കാരായിരുന്ന ഒരു ജനതയ്ക്ക് ന്യായങ്ങളുടെ വകതിരിവ് കാണിച്ച് പ്രവാചകർ കടന്നു വന്നപ്പോൾ സഞ്ചാരം നടത്തിയിരുന്ന ജനസഞ്ചയത്തെ വിജ്ഞാനത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും ശാന്ത ജീവിതത്തിലേക്ക് കടിപ്പടി രാവിലെ നെല്ലിക്കുന്ന് മുഹ്യുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിലുള്ള മദ്രസ വിദ്യാർത്ഥികളുടെയും ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ നബിദിന റാലി കാഴ്ചയുടെ വിരുന്നൊരുക്കി. പള്ളിപ്പരിസരത്ത് പതാക ഉയർത്തിയ ശേഷം റാലി ബീച്ച് റോഡ്, പഴയ ബസ് സ്റ്റാൻഡ്, പള്ളം വഴി നെല്ലിക്കുന്നിൽ സമാപിച്ചു. റാലിക്ക് വഴിനീളെ ശീതളപാനീയങ്ങളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. റാലിക്ക് ഖത്തീബ് GS അബ്ദുൾ റഹ്മാൻ മൗലവി, മുൻ MLA NA നെല്ലിക്കുന്ന്, ഹനീഫ് നെല്ലിക്കുന്ന്, NA ഹമീദ് നെല്ലിക്കുന്ന്, കട്ടപ്പണി കുഞ്ഞാമു തുടങ്ങിയവരടക്കമുള്ള ഭാരവാഹികൾ നേതൃത്വം നൽകി. ബീച്ച് മുബാറക് പള്ളി പരിസരത്ത് റാലിയിൽ അണിനിരന്നവർക്ക് പ്രത്യേക കിറ്റ് നൽകി.
ബങ്കരക്കുന്ന് നുബ്ബത്തുൽ ഉലൂം മദ്രസയിൽ കമ്മിറ്റി പ്രസിഡന്റ് ടി എ മഹമ്മൂദ് ഹാജി കൽക്കണ്ടി പതാക ഉയർത്തി. കടപ്പുറം, പള്ളം, കണ്ടത്തിൽ, നെല്ലിക്കുന്ന് ജംഗ്ഷൻ മദ്രസകളിലും നബിദിനാഘോഷം നടത്തി. മദ്രസകളിൽ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ പരിപാടികളും നടന്നു. ചിലയിടങ്ങളിൽ കലാമത്സരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായപ്പോൾ മറ്റിടങ്ങളിൽ വരും ദിവസങ്ങളിലും നടക്കും. നബിദിന യോഗങ്ങളിൽ പ്രമുഖ പണ്ഡിതരുടെ പ്രഭാഷണം, പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിക്കൽ തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. നബിദിനത്തിന്റെ ഭാഗമായി മസ്ജിദുകളിൽ മൗലീദ് പാരായണ സദസ്സുകളും സംഘടിപ്പിച്ചു. തെരുവുകളും മസ്ജിദുകളും മദ്രസുകളും വീടുകളും ദീപാലങ്കാരമണിഞ്ഞിരിക്കുന്നത് കാഴ്ചയുടെ വിരുന്നൊരുക്കുകയാണ്. അറബിക് കോളേജുകൾ അടക്കമുള്ള വിവിധ സ്ഥാപനങ്ങളിലും മറ്റും റബിയുൽ അവൽ മാസം മുഴുവൻ നീളുന്ന ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. പാറപ്പള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിനം ആഘോഷിച്ചു. പാറപ്പള്ളി ജമാഅത്ത് ഖത്തീബ് മുനീർ ഫൈസി ഇർഫാനി മഖാം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ജമാഅത്ത് പ്രസിഡന്റ് ഹാജി കെ അബൂബക്കർ മാസ്റ്റർ പതാക ഉയർത്തി. തുടർന്ന് പാറപ്പള്ളിയിൽ നിന്നും പുറപ്പെട്ട നബിദിന റാലി കല്ലാംതൊൽ അമ്പലത്തറ വഴി സഞ്ചരിച്ച 3 മൈലിൽ സമാപിച്ചു. സ്കൗട്ടിന്റെയും ദഫ് സംഘത്തിന്റെയും അകമ്പടിയോടെ നീങ്ങിയ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.